ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ബുക്ക് റിവ്യൂവിൻ്റെ ആറാമത്തെ എപ്പിസോഡായിട്ടാണ്. അപ്പം നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞിട്ടുള്ള ബുക്ക് രണ്ട് ബുക്കുകളാണ്. ഒന്ന് മെലൂഹിയിലെ ചിരഞ്ജീവികളും, രണ്ട് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന ബുക്കും. ഇപ്പോൾ 2-in-1 ബുക്ക് റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ബുക്ക്, ഈ ഒരു മെലൂഹിയിലെ ചിരഞ്ജീവികൾ ബുക്ക് ഞാൻ ഡിസംബറിൻ്റെ തുടക്കത്തിൽ തന്നെ വായിച്ചിരുന്ന ബുക്കായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ പരീക്ഷയായിട്ടും പിന്നെ അതുപോലെ തന്നെ ഞാൻ മറന്നുപോയി, വെക്കേഷനിലൊക്കെ റിവ്യൂ ഇടാന്ന് വെച്ചിട്ട് മറന്നുപോയി. അതുപോലെ തന്നെ ഇനി ഞാൻ ഉറങ്ങട്ടെ ഇന്നലെയാണ് ഞാൻ വായിച്ചു വരുന്നത്. അപ്പോൾ ഈ രണ്ട് ബുക്കിനെ വെച്ചിട്ടുള്ള റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മെലൂഹിയിലെ ചിരഞ്ജീവികൾ എന്ന ബുക്കിനെ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ശിവ ട്രയോളജി അല്ലെങ്കിൽ ശിവത്രയം എന്ന് പറയുന്ന ഒരു ത്രയത്തിലത്തെ ഒരു ഫസ്റ്റ് പാർട്ട് ബുക്കാണ്. ഇതിലത്തെ ഈ രണ്ട് ബുക്കുകളും കൂടി ഉണ്ട്. ആ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് പറയുന്നത്, അതായത് ഇത് ഹിന്ദി നോവലാണ്. അപ്പോൾ ഇത് മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് രാജൻ ദുവാര എന്ന് പറയുന്നുള്ളൊരു ഓതറാണ്. അപ്പോൾ ഈ ഒരു ബുക്കിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഈ ബുക്കിൻ്റെ മേജർ കോൺസെപ്റ്റിനെ വെച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ മഹാദേവൻ അല്ലെങ്കിൽ നമ്മുടെ ശിവൻ അപ്പോൾ അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, അതും പഴയ കാലഘട്ടത്തിൽ തന്നെ നിന്നുകൊണ്ട്, ഇപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഒരു രക്ഷകനായിട്ട് ഈ ഒരു മഹാദേവൻ അവതരിച്ചിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാവുമെന്ന് ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ഒരു ബുക്ക് പുതിയമെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ബുക്ക് പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബുക്കിൽ ടോട്ടൽ ആയിട്ടുള്ളതെന്ന് പറയുന്നത് 359 പേജുകളാണ് ഉള്ളത്. ഈ ഒരു ബുക്കിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ കുറേ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് വളരെ നല്ല എഴുത്താണ് ഇത് ബിഗിനേഴ്സിനൊക്കെ വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബുക്ക് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അടുത്ത ബുക്ക് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഞാൻ ആ ബുക്കിന് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത്, ഈ ബുക്കിന് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 8.8 ഔട്ട് ഓഫ് 10 ആണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന ബുക്കിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് എഴുതിയിരിക്കുന്നത് PK ബാലകൃഷ്ണൻ എന്ന ഓതറാണ്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് കർണൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു കഥ എന്നുള്ള രീതിയിലായിരുന്നു വന്നിട്ട് ഒരു കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ. അപ്പോൾ കർണൻ്റെ പെർസ്പെക്റ്റീവിലുള്ള കഥ എന്നായിരുന്നു ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കർണൻ്റെ പെർസ്പെക്റ്റീവിലുള്ള കഥയല്ല. അതായത് കർണനുണ്ട്, അതുപോലെ ദ്രൗപദി, യുധിഷ്ഠിരൻ, ഇവർ 3 പേരാണ് ഇത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. കർണൻ മരിച്ചതിന് ശേഷം ആ കർണനെ കൊന്നല്ലോ എന്നുള്ള വിഷമത്തിൽ, അല്ലെങ്കിൽ സ്വന്തം ചേട്ടനെ കൊന്നു എന്നുള്ള വിഷമത്തിൽ ഈ ഒരു യുധിഷ്ഠിരൻ ഇരിക്കുകയും, അതുപോലെ ദ്രൗപദി എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ശത്രു മരിച്ചതിനെ പറ്റി ചൊല്ലിയിട്ട് എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കർണനെ പറ്റിയിട്ട് ഒക്കെ ഇരിക്കുന്നില്ല, കർണനെ വെച്ചിട്ടുള്ള കുറേയധികം ഓർമ്മകൾ, ഇപ്പോൾ കുറേയധികം കഥാപാത്രങ്ങൾ, മഹാഭാരതത്തിൽ തന്നെയുള്ള കുറേയധികം കഥാപാത്രങ്ങളൊക്കെ ദ്രൗപദിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പ്രധാനമായിട്ടുള്ള സഞ്ജയൻ എന്ന് പറയുന്ന കഥാപാത്രം, അതുപോലെ തന്നെ യുധിഷ്ഠിരനൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന രംഗങ്ങളാണ് ഈ ഒരു ബുക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ദ്രൗപദിയുടെ ഇമോഷൻസ്, കർണനെ പറ്റിയുള്ള ചിന്തകൾ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ബുക്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മഹാഭാരതമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. 1974 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1978 വയലാർ അവാർഡും ലഭിച്ച നോവലാണിത്. അപ്പോൾ അതിനുള്ള ഒരു ഇതുണ്ട്, കാരണം ഒരു ക്ലാസിക് നോവലാണിത്. ബിഗിനേഴ്സിന് വായിക്കാൻ വേണ്ടി തോന്നുന്നില്ല, പക്ഷേ ഞാൻ കുറച്ച് തപ്പിയിട്ടൊക്കെയാണെങ്കിലും ഞാൻ വായിച്ചെടുത്തു. ഇങ്ങനെയാണ് വായിച്ചെടുത്തെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് കിടിലൻ സ്പീസ് തന്നെയായിരിക്കും. ഈ 2 നോവലുകൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഫൈറ്റൊക്കെ ഇഷ്ടമുള്ള നോവലുകൾ, ഇപ്പോൾ ഫൈറ്റ് ആക്ഷനൊക്കെ ഇഷ്ടമുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഈ ബുക്ക് ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും. പിന്നെ ഇതിൽ ആക്ഷൻ സീക്വൻസുകളൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഇപ്പോൾ മഹാഭാരതം എന്നൊക്കെ പറയുമ്പോൾ വാർ സീക്വൻസുകളൊക്കെ കൂടുതൽ പ്രതീക്ഷിച്ച് പോകും. പക്ഷേ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ച് പോയത് ഇതിൽ പറയുന്ന പോലെയാണിത് എഴുതിയിട്ടുള്ളത്. അതായത് സഞ്ജയൻ്റെ പെർസ്പെക്റ്റീവിലാണ്, അല്ലെങ്കിൽ സഞ്ജയൻ താൻ കണ്ട കാര്യങ്ങൾ പറയുന്ന രീതിയിലൊക്കെയാണ് ക്ലൈമാക്സ് ഒക്കെ ഇതിൻ്റെ പോകുന്നത്. ഇതെന്തായാലും ഇത് ഒരു പ്രാവശ്യം വായിച്ചിരിക്കണം. ഈ 2 ബുക്കും എന്തായാലും ഒരു പ്രാവശ്യം വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. ജസ്റ്റ് റീഡ് എന്നല്ല, മസ്റ്റ് റീഡ് തന്നെയാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അടിപൊളി ബുക്കുകളാണ് ഇത് 2 പിന്നെ കൊണ്ട് തോറ്റു. അപ്പോൾ അടിപൊളി ബുക്കുകൾ തന്നെയാണ് ഈ 2. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ വായിച്ചിരിക്കുക. ഈ 2 ബുക്കിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 8.8 ഔട്ട് ഓഫ് 10 ആണ്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ അതാണ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.